ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിൻ്റെ കക്കൂസ് കഴിക്കണം, അതാണ് ചെയ്യുന്നത്. അത് അത്രയെങ്കിലും ഒരു ശിക്ഷമാണ്. അവനവൻ്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി. ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത്. പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തുന്നു. പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ല, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. അത്രയേ ഉള്ളൂ. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി. ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല. ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. റീച്ച് കൂടി വരുവാൻ അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്. യൂട്യൂബർക്ക് റീച്ച് കൂടുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ നിയമലംഘനം നടത്തിയിട്ട് യൂട്യൂബിന് റീച്ച് കൂട്ടുമ്പോൾ മാന്യന്മാരായ വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒന്നും യൂട്യൂബ് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അന്തസ്. കാരണം നിയമലംഘനം എന്ന് പറയുന്ന ഒരു പൗരൻ്റെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ്. കാരണം നിയമത്തെ മാനിക്കുന്നവനാണ് യഥാർത്ഥ പൗരൻ, യഥാർത്ഥ രാജ്യസ്നേഹി. ഈ ആർക്കും എന്ത് ഗോഷ്ഠിയും കാണിക്കാം എന്ന് കരുതണ്ട. ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ കർശനമായ നിലപാടായിരിക്കും. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ നിലയ്ക്ക് നിർത്തണമെന്നാണ്. ഈ കാര്യത്തിൽ തന്നെ കർശനമായ നടപടി എടുക്കാവുന്നതിൻ്റെ ഏറ്റവും കർശന നടപടി എടുത്ത് ബഹുമാനപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം. അത് അക്ഷരം പ്രതി പാലിക്കുകയും ഇനി ഇത്തരം പരിപാടികളുമായിട്ട് റീച്ച് കൂട്ടാൻ വരാത്ത വിധത്തിൽ ഉള്ള പരിപാടികൾ ആരംഭിക്കും. ഈ കക്ഷിയുടെ തന്നെ ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. അല്ലാതെ ഒരു മാന്യൻ്റെ, ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞ, നിയമം അനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ. അവരാണ് യഥാർത്ഥ നല്ല പൗരന്മാർ. ഇതൊരു നല്ല പൗരനാണെന്ന് എനിക്ക് തോന്നിയില്ല. എന്ത് ഗോഷ്ഠിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ്സിന് ചേർന്നല്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ആ സംസ്കാരമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, നിയമം അനുസരിക്കാതിരുന്നാൽ. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ ഒരു ഇഞ്ച് പുറകോട്ട് പോവില്ല. ഇതിന് മുമ്പുള്ള എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലത്തരം ഉണ്ടെങ്കിൽ എല്ലാത്തിനും നടപടിയെടുക്കും. ഏതായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്ത് ഞങ്ങൾ ഉപദേശിച്ചു, ശാസിച്ചു വിട്ടു എന്നൊന്നും ആയിരിക്കില്ല നടപടി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ പോലെ കർശനമായ നടപടി എടുത്തിട്ടേ അറിയിക്കുള്ളൂ. അല്ല, ഉപദേശിച്ച് വിടുന്നത് പ്രായമുണ്ട്. 17 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികളൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ അവരെ നമ്മൾ ഒരു നല്ല നടപ്പിന് വേണ്ടി നമ്മൾ ഗാന്ധി ഭവനിലും മെഡിക്കൽ കോളേജിലും ഒക്കെ വിടുന്ന നല്ല നടപടികളാണ്. അതെനിക്കിഷ്ടമാണ്. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളാണ്, അവർക്ക് പ്രായമായില്ല. പക്ഷേ പ്രായപൂർത്തിയായിട്ടും പണത്തിൻ്റെ കുഴപ്പമുണ്ട്, അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ. കർശനമായ നിലപാടായിരിക്കും. ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ, ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെൻ്റ് ആയിരിക്കും. അവനവൻ്റെ പൈസയൊക്കെ പോക്കറ്റിൽ കിടന്നാൽ മതി. നിയമം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്, അവിടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇയാൾ മാത്രമല്ല റോഡിൽ കൂടെ പോകുന്നത്, വേറെ ആയിരക്കണക്കിന് ആൾ റോഡിൽ. ഇദ്ദേഹം സ്വിമ്മിംഗ് പൂള് പൈസ ഉണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞാൽ വീട്ടിൽ വെച്ചിട്ട് നീന്തുന്നേ. കാരണത്താണോ പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായില്ല, വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയുക, രാവിലെയും വൈകിട്ട് നീന്തുക, നല്ലൊരു വ്യായാമമായിരിക്കും. ഇതിനകത്ത് കാണിച്ചാൽ കോടതി പറഞ്ഞ കാര്യത്തിൽ അക്ഷരം പ്രതി കോടതിയുടെ ഉത്തരവിനോട് യോജിക്കുന്നു. ആ ഉത്തരവ് അക്ഷരം പ്രതി അനുസരിക്കും. ആ ഉത്തരവിൽ പറയുന്ന പ്രകാരം എന്തെങ്കിലും ഒരു ഉപദേശം വിട്ടുന്നൊരു നടപടിയുമായി ഗവൺമെൻറ് MVDയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റോ കോടതി മുമ്പാകെ ഹാജരാവില്ല. കാരണം കോടതി അതിരൂക്ഷമായി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട കോടതിയുടെ ഒരു ചോദ്യം തന്നെ എന്താണ് അതിൽ ഉദ്ദേശിച്ചത്, നിയമലംഘനത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അത് പാലിച്ചിരിക്കും. നിങ്ങൾക്ക് കാണാം, കോടതിയിൽ കൊടുക്കുമ്പോൾ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ മറുപടി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ നിയമപരമായി ചെയ്യാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ചെയ്യും. അദ്ദേഹത്തിന് പണമുണ്ടെങ്കിൽ അദ്ദേഹം ആ പണം ഉപയോഗിച്ചിട്ട് പോയി. പണം അല്ല, പണമുള്ളവർക്ക് എന്തുമാകാം എന്നിവിടെ പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത്. ഈ MVD വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്ത് വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി, ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം എന്ന് കരുതരുത്. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ, സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. സിനിമയിൽ പലതും കാണിക്കുക, അവർ സെറ്റൊക്കെ ഇട്ടിട്ട് അവർ ഒരു ടൈം പാസിന്, അത് കണ്ടുകൊണ്ട് നിയമലംഘനം അനുവദിക്കത്തില്ല. ഇവരോട് മാത്രമല്ല, ഞാൻ മറ്റൊരു മെസ്സേജ് കൂടി പറയാം. കേരളത്തിൽ ഈ ഡോറിലിരുന്ന് യാത്ര ചെയ്യുക, അത്തരം പരിപാടികൾ നിർത്തുക. നിയമലംഘനങ്ങൾ കണ്ടെത്താനും വീഡിയോ എടുത്ത് MVDക്ക് തരാനുമുള്ള പുതിയ ആപ്പ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ വരും. കേരളത്തിലെ പൗരന് തന്നെ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നവരെ, ഇത്തരം നിയമലംഘനങ്ങൾ കാണിക്കുന്നവരെ കണ്ടെത്താനും. ബൈക്കിൽ സർക്കസ് കാണിക്കുക, 3-4 പേര് കയറി പോവുക, ഒരു ബൈക്കിൽ ഹെൽമറ്റ് വയ്ക്കാതെ സർക്കസുകൾ കാണിക്കുക, പിന്നെ വണ്ടികൾക്ക് സൈഡ് കൊടുക്കുക, പോവുക, KSRTC ബസ്സിൻ്റെ മുമ്പിൽ കയറി, ഇതെല്ലാം വീഡിയോ എടുക്കും. ആ വീഡിയോ ആപ്പ് വഴി ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുകയും അതിൽ നിന്ന് നിയമപരമായ കർശനമായ നടപടികൾ, അതിൽ നിയമലംഘനം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ ലൈൻ ട്രാഫിക്, ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്ന തെറ്റായ നിയമലംഘനങ്ങളെല്ലാം, പാർക്കിംഗ് വശക്കേടായിട്ട് പാർക്ക് ചെയ്യുക, നോ പാർക്കിംഗ് എന്നല്ല, റോഡിൻ്റെ ഗതാഗതം തടസ്സപ്പെടുന്നതിൽ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ജനങ്ങൾക്ക് എടുക്കാനും നമ്പരടക്കം
ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയും. ആരാണ് എടുത്തു കൊടുത്തതെന്ന് ആരും അറിയില്ല. പക്ഷേ നടപടി വരും. ഫൈൻ വീട്ടിൽ വരുമ്പോഴേ അറിയൂ. ജനങ്ങൾ തന്നെ ഇതിന് മുൻകൈ എടുത്തില്ലെങ്കിൽ ഇതൊരു ഒരു ഒരു നമ്മൾ പോലീസിനെയോ അല്ലെങ്കിൽ MBD ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൊണ്ട് ഈ നിയമലംഘനങ്ങൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ കഴിയില്ല. പൗരൻ തന്നെ ആ ചുമതല ഏറ്റെടുക്കണം. അതാണ് ജനാധിപത്യം. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. അത്രയേ ഉള്ളൂ. അത് ചില ആളുകളുടെ സംസ്കാരശൂന്യന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ്. നിയമലംഘനവും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും എനിക്ക് റീച്ച് നേടിത്തന്നു എന്ന് പറയുന്ന അല്പത്തരം നല്ല, അതാണ് പറഞ്ഞത്. അത് കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത്. അതുണ്ടാക്കുന്നവർക്കാണ് കുഴപ്പം. അത് നമ്മുടെ പൗരബോധവും നമ്മുടെ മാന്യതയും പണയപ്പെടും. ഇത്തരം ആളുകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്, നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ റീച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് തെറ്റാണ്. ഏതാണ്ട് അതേ സ്വഭാവമുള്ള ആളുകളായിരിക്കും ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇയാളെപ്പോലെ തന്നെ സാമൂഹ്യ വിരുദ്ധ മനോഭാവം ഉള്ള ആളുകളാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. റീച്ച് കൂടി വരുവാൻ അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്.